സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം കമൽഹാസൻ്റെ അതിബുദ്ധിയെക്കുറിച്ച്. കമൽഹാസൻ സ്കൂൾ വിദ്യാഭ്യാസം കുറവാണെങ്കിലും ജനറൽ നോളേജ് ഉള്ള ആളാണ്. പിന്നെ കുറേ നല്ലൊരു ബുദ്ധിയുള്ളൊരു ആളാണ്. അപ്പോൾ കുറച്ച് കുരുട്ട് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ കമൽഹാസൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ കാലമായിട്ട് ഒരു പടം ഇറങ്ങുമ്പോൾ അതിൽ വിവാദം ഉണ്ടാക്കുന്ന സ്വഭാവം കമൽഹാസനുണ്ട്. പടം വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിവാദമാക്കിയിടും സിനിമക്ക്. അങ്ങനെയാണ് വിശ്വരൂപം. പിന്നെ അതിന് മുൻപ് വന്ന് എല്ലാ പടത്തിലും ഉണ്ട് ഇന്ത്യൻ. പിന്നെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരു വിവാദം ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഇതിനും തഗ് ലൈഫിന് അത് വിവാദത്തിലൂടെ പടം വിജയിപ്പിക്കില്ല. ഇപ്പോൾ എമ്പുരാൻ അത് കണ്ടിട്ടാണ് ഇപ്പോൾ എമ്പുരാൻ വിജയിപ്പിച്ചത്. കമൽഹാസൻ്റെ പാത പിന്തുടർന്നാണ് പൃഥ്വിരാജ്. അങ്ങനെ എമ്പുരാൻ വിജയിച്ചത്. ഒരു പടത്തിന് വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ ആ പടം കാണാൻ ആൾക്കാർ പോകുമല്ലോ, അതൊന്ന് കണ്ടുകളിയാന്ന് വരും. എന്താണ് ഇത്രയും വലിയ ഇപ്പോൾ കർണാടകക്കെതിരെ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കി. അപ്പോൾ കർണാടകയിൽ പടം ഇറക്കൂല എന്നെല്ലാം പറയുമ്പോൾ കർണാടകക്കാർക്ക് പിന്നെ അത് എങ്ങനെ കാണണം എന്നുള്ളൊരാഗ്രഹം വരും ആ പടം. ഇതെല്ലാം ഓരോ ഐഡിയ ആണ്. കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ കമൽഹാസൻ കുറേ കഷ്ടപ്പെട്ടിട്ട് വന്ന ആളാണല്ലോ. ആദ്യകാലത്ത് കമൽഹാസൻ ബാർബർ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ബാർബർ ഷാപ്പിൽ ദിവസം 6 രൂപ കിട്ടും കമൽഹാസൻ. പിന്നീട് കമൽഹാസൻ ഈ തിരക്കഥ സൈക്കിൾ ചവിട്ടിയിട്ട് എത്രയോ കിലോമീറ്റർ അകലെ തിരക്കഥ കൊണ്ടുപോകുന്ന ജോലി ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റിൽ നിന്ന് വേറൊരു സ്റ്റുഡിയോയിലേക്ക് തിരക്കഥ സൈക്കിളിൽ വെച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ കുറേ കാലം നൃത്ത സംവിധായകനായിട്ട് ജോലി. അങ്ങനെയെല്ലാം കുറേ കഷ്ടപ്പെട്ടിട്ട് വന്ന ആ സിനിമയില്ല. പക്ഷെ നല്ല കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ കമൽഹാസൻ്റെ അച്ഛൻ വക്കീലല്ലായിരുന്നു. പക്ഷേ കമൽഹാസൻ ഇങ്ങനെ പഠിക്കാതായിപ്പോയത് സിനിമയോടുള്ള ഭ്രാന്ത് കൊണ്ട്. അപ്പോൾ അങ്ങനെ കമൽഹാസൻ പിന്നെ പടങ്ങൾ ഇപ്പോൾ വേറൊരു ഐഡിയയും കൊണ്ട് വന്നിട്ടുണ്ട് കമൽഹാസൻ. അത് മലയാള സിനിമയിലെ നടന്മാരെ പൊക്കി പറയല്. അതായത് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും പിന്നെ ഈ പൊക്കി പറയേണ്ട സമയത്തൊന്നും പൊക്കി പറഞ്ഞിട്ടില്ല. അവരെ നല്ല കാലത്തൊന്നും കമൽഹാസൻ മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ പൊക്കി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളായ സമയത്താണ് പൊക്കി പറയുന്നത്. ഇപ്പോൾ ലാൽ സാർ എന്നല്ല വിളിക്കുന്നത്. പിന്നെ ലാൽ സാർ എന്നെല്ലാം വിളിച്ചിട്ട് പറയുമ്പോൾ ഈ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും അന്തം ഫാനുകളുണ്ടല്ലോ, അവർ കമൽഹാസൻ്റെ പടം കാണും. അവർക്ക് കമൽഹാസനോട് സ്നേഹം തോന്നും. മലയാളത്തിൽ സിനിമ ഇറങ്ങുമ്പോൾ നമ്മളെ ലാലേട്ടനെയും മമ്മൂക്കാനെയും പൊക്കി പറയുന്നതുകൊണ്ട് ആ കമൽഹാസൻ്റെ സിനിമ വിജയിപ്പിക്കാൻ നോക്കും. ആ ഐഡിയ ആണ് കമൽഹാസൻ. അല്ലാതെ മമ്മൂട്ടിയോട് മോഹൻലാലിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. മമ്മൂട്ടിയോട് മോഹൻലാലിൻ്റെ നല്ല കാലത്ത് അവരെക്കുറിച്ച് നല്ല പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞത് ഒരു പിന്നെ സംവിധായകൻ ഡേറ്റിന് പോയി കമൽഹാസൻ്റെ അടുത്ത്. ഈ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും പുഷ്കര കാലത്ത് കമൽഹാസൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ പോയാരോ കമൽഹാസൻ പ്രൊഡ്യൂസറോട് പറഞ്ഞത്, മലയാളത്തിന് എന്നെ താങ്ങാൻ കഴിയില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മമ്മൂട്ടിയെ മോഹൻലാലിനെ ഇട്ടിട്ട് എടുത്തു വാങ്ങും. അതിൻ്റെ അർത്ഥം മമ്മൂട്ടി മോഹൻലാലെ നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് എടുക്കുക, എന്നെ താങ്ങാൻ കഴിയില്ല. അങ്ങനെയെല്ലാം പറഞ്ഞ കമൽഹാസൻ ഇപ്പോൾ കമൽഹാസൻ്റെ പടം കേരളത്തിൽ ഓടാൻ വേണ്ടി ലാൽ സാറെന്നും മമ്മൂക്കാന്നെല്ലാം വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കമൽഹാസൻ്റെ ഐഡിയ. പിന്നെ ഇപ്പോൾ ഒരു ജോജുവിന് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ജോജുവിന് ചാൻസ് കൊടുത്ത് ജോജുവിൻ്റെ കുറച്ച് അന്തം ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ജോജുവിനൊന്നും അന്തം ഫാൻസൊന്നും ഇല്ല, ഫാൻസ് തന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജോജുവിൻ്റെ പടം ഇപ്പോൾ കുറച്ച് പുതിയ നടനായിട്ട് ആൾക്കാർ ന്യൂ ജനറേഷനല്ല. അപ്പോൾ കുറച്ചാൾ ജോജുവിനെ കാണാൻ പോകും. അതേപോലെ ഇപ്പോൾ തമിഴന്മാർക്കെല്ലാം ഒരു മലയാള നടനിടും തമിഴന്മാർ. എന്തിനാന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറച്ച് ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിനായകനെ ജയിലറിലിട്ട് മോഹൻലാലിന് ചെറിയൊരു റോളും കൊടുത്തു. ഇതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അതേസമയം മലയാളികൾക്ക് ആ ഐഡിയ ഒന്നുമില്ല. ഒരു തമിഴനെ കൊണ്ടുവന്നിട്ട് പിന്നെ മലയാളത്തിൽ അഭിനയിപ്പിച്ചിട്ട് അത് തമിഴ്നാട്ടിൽ ഓടിപ്പിക്കാൻ നോക്കലൊന്നുമല്ല. ആരെങ്കിലും വിജയിനെയോ അജിത്തിനായിട്ടും കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഗസ്റ്റ് റോൾ കൊടുത്തിട്ട് ആ പടം തമിഴ്നാട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ തമിഴിൽ അവർക്ക് ഇപ്പോൾ ഒരു മലയാള നടൻ ഇടുന്നുണ്ട്. അവരെ പടത്തിൽ ഒരു മലയാള നടൻ ഇടും. ഒന്നുകിൽ ചുരുങ്ങിയത് ഔട്ടായ ജയറാമിനെങ്കിലും ഇടും. തൽക്കാലം പണ്ടത്തെ ആരെങ്കിലും ജയറാമിൻ്റെ പടം ഇടുന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ജയറാമിന് ഉണ്ടായാലുള്ള പടം തമിഴന്മാർ ഇവിടെ ബുദ്ധിയില്ലാത്തതുകൊണ്ടെന്ന് സാധാരണ തമിഴ് പടം കാണൂല ജയറാം ഉണ്ടെങ്കിൽ. അങ്ങനത്തെ സ്ഥിതിയിലാണ് ജയറാം വീടുള്ളതെന്ന് അവർക്കറിയില്ല. അവർ വിചാരിച്ച് ജയറാം പണ്ടത്തെമാർ കുറച്ച് കോമഡിയിൽ മ്യൂക്രിയെല്ലാം കാണിക്കുന്നുണ്ട്, ജയറാമിന് കുറച്ച് ആൾക്കാരുടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സത്യത്തിന് ജയറാമിൻ്റെ പോസ്റ്റർ കണ്ടാൽ ഉള്ള പടവും കാണൂല. വിജയിൻ്റെയും അജിത്തിൻ്റെയും പടം കാണാൻ പോകാൻ വിചാരിച്ച ആളും ജയറാം ഉണ്ടെങ്കിൽ കാണൂല.
അതവർക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കമലഹാസൻ്റെ ബുദ്ധിയെക്കുറിച്ചിട്ട്. ഓക്കെ.